ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നേക്കുന്ന ഒരു നടന്ന സംഭവം എന്തെന്ന് ചോദിച്ചാൽ 1980 നടന്ന ഒരു കാര്യമാണ്. ഈ 1980 കാലഘട്ടത്തിലൊക്കെ ഇവിടെയൊക്കെ മിക്ക വീടുകളിലും ലൈസൻസ് ഉള്ള തോക്കും ലൈസൻസ് ഇല്ലാത്ത തോക്കും ഉണ്ടായിരുന്നു. മിക്ക വീടുകളിലും കൃഷിപ്പറമ്പുള്ള വീടുകളിൽ നാടൻ തോക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ മസിൽ ലോഡിംഗ് റൈഫിൾ എന്നാണ് അതിന് NCCയിലൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ആദ്യം മരുന്നിടുന്നു, പിന്നെ ചകിരി കൊണ്ട് താങ്ങിടുന്നു, പിന്നെ ഈയത്തിൻ്റെ വെടിയുണ്ടകൾ ഇടുന്നു, പിന്നെയും താങ്ങിടുന്നു, പിന്നെ അതിൻ്റെ പിറകിൽ പൊട്ടാസും മനയോലയും കൂടെ അരച്ചൊരു മിശ്രിതം ഉണക്കിയെടുത്ത സാധനം ഒരല്പം വെക്കുന്നു. പിന്നെ ഒരു ഹാമർ വന്ന് കാഞ്ചി വലിക്കുമ്പോൾ ഒരു ഹാമർ വന്ന് ഈ പൊട്ടാസിൽ അടിക്കുകയും പൊട്ടാസ് കത്തി അകത്തേക്ക് തീ കയറി ആണ് ഈ വെടിയുണ്ട പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതാണ് മസിൽ ലോഡിംഗ് റൈഫിൾ. പിന്നെ ചില സമ്പന്ന വീടുകളിൽ അന്നും 12 ബോർ 12 ബോർ ഉണ്ടായിരുന്നു, അതായത് തിരത്തോക്ക്. അതാകുമ്പോൾ ഈ പറഞ്ഞ പണിയൊന്നുമില്ല. ഒരു തിരയെടുത്ത് അകത്തോട്ടിട്ടു, കുഴലൊടിച്ചു, ഒരു തിരയെടുത്ത് അകത്തോട്ടിട്ടു, കുഴൽ നേരെയാക്കി, സംഗതി ക്ലിയർ. പിന്നെ കാഞ്ചി വലിച്ചാൽ മതി. ഹാമർ വലിച്ച്, അതിന് ഹാമർ ഉണ്ടായിരുന്നു, ഹാമർ ലെസ് 12 ബോറും ഉണ്ടായിരുന്നു. അതിൽ ഹാമർ ഉള്ളതിനാണെങ്കിൽ ഹാമർ വലിച്ചു, ട്രിഗർ വലിച്ചാൽ സംഗതി വെടിപൊട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ മിക്ക സമ്പന്ന കുടുംബങ്ങളിലും കർഷക കുടുംബങ്ങളിൽ മസിൽ ലോഡിംഗ് റൈഫിളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് സുമാർ 2.5 കിലോമീറ്റർ അകലെ നടന്നൊരു സംഭവമാണ് ഞാനിപ്പോൾ വിവരിക്കുന്നത്. അതായത് ഒരു കുട്ടി തനിച്ചുള്ള മുറിയിൽ ഒരു വലിയ അജാനബാഹുവായ മൂർഖൻ പാമ്പ് കയറി. ഈ മൂർഖൻ പാമ്പ് മുറിയിൽ കയറി ചീറ്റുന്ന ഒച്ച കേട്ടോണ്ട് കുട്ടിയുടെ മാതാവ് തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിയുടെ മാതാവ് ജനലിൽ കൂടെ ചെന്ന് നോക്കിയപ്പോൾ കുട്ടി പേടിച്ച്, 4 വയസ്സുള്ള കുട്ടി പേടിച്ചൊരു മുറിയുടെ കോണിൽ മാറി നിൽക്കുന്നു. മൂർഖൻ പാമ്പ് പാത്തി വിരിച്ച് കൊത്താൻ പാകത്തിന് നിന്ന് ചീറ്റുകയാണ്. ഉടനെ ആ കുട്ടിയുടെ വീടിൻ്റെ സമീപ പ്രദേശത്തുള്ള അജാനബാഹുവായ 6 അടി പൊക്കമുള്ള അജാനബാഹുവായ എന്തിനേയും ധീരതയോടെ നേരിടാൻ കഴിവുള്ളൊരു വ്യക്തി താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ശക്തനായിരുന്നു, അദ്ദേഹം മുതലാളിയായിരുന്നു. ഏത് പാവങ്ങൾ ചെന്ന് ഏത് കാര്യം പറഞ്ഞാലും അദ്ദേഹം നടത്തി കൊടുക്കുമായിരുന്നു. അദ്ദേഹം മുതലാളിയായിരുന്നെങ്കിലും അദ്ദേഹം പാവങ്ങളുടെ കാര്യങ്ങളാണ് കൂടുതൽ പരിഗണിച്ചുകൊണ്ടിരുന്നത്. സാധാരണ മുതലാളിമാരെല്ലാം പാവങ്ങളെ കണ്ടാൽ അറിയില്ല. മുതലാളിമാരും തമ്മിലേ കൂട്ടുകൂടുകയുള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ ഈ ലോകത്തെ കാര്യങ്ങൾ. എന്നാൽ ഇദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. ഇദ്ദേഹത്തെ കൊച്ചിൻ്റെ തള്ള ഓടി വിളിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുറിയിൽ വലിയ മൂർഖൻ പാമ്പ് ചീറ്റിക്കൊണ്ട് നിൽക്കുന്നു, കുട്ടി മുറിയിൽ മൂലയ്ക്ക് പേടിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എപ്പോഴും നിറച്ച് മസിൽ ലോഡിംഗ് റൈഫിൾ നാടൻ തോക്ക് വെച്ചിട്ടുണ്ട്. അതിങ്ങ് എടുത്തു തരാൻ പുള്ളിക്കാരൻ്റെ ഭാര്യയോട് പറഞ്ഞു. എടുത്തങ്ങ് കൊടുത്തു. കൂടാതെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധേയമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി ഇതിൻ്റെ അരങ്ങാണോ ഇങ്ങനെ ഊരിത്തരാൻ പറഞ്ഞു. ഉടനെ ആ പുള്ളിക്കാരത്തിയുടെ അരങ്ങാണം പാവടയ്ക്കിടയിലൂടെ ഊരിയെടുത്ത് ഈ ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അദ്ദേഹം ആ അരങ്ങാണം ആ തോക്കിൻ്റെ കുഴലിലോട്ടങ്ങ് ഇട്ടു. എടി ഒരു ഇച്ചിരി ചകിരിയും കൂടി ഇങ്ങ് തരാൻ പറഞ്ഞു. ചടയെന്ന് അടുക്കളയിൽ നിന്നും ഇത്തിരി ചകിരിത്തുരുമ്പും കൂടെ എടുത്തു കൊടുത്തു. അതും ഇട്ടങ്ങ് നിറച്ചു. ഈ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി അദ്ദേഹവും ആ കുട്ടിയുടെ അമ്മയും യാത്രയായി.
വീട് തൊട്ടടുത്താണ്. ചെന്ന ജനലിൽ കൂടെ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മാതാവ് പറഞ്ഞത് സത്യമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, പാമ്പും കുട്ടിയുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണ വെടിയുണ്ട ഇട്ട് നിറച്ച് വെച്ചേക്കുന്ന തോക്കാണ്. അതുകൊണ്ട് വെടി പൊട്ടിച്ചാൽ അടുത്തെന്നുള്ള വെടിയാണ്. ഇച്ചിരി അകലെ നിന്നാണെങ്കിൽ കുഴപ്പമില്ല, അടുത്തെന്നുള്ള വെടിയാണ്. വെടി കൃത്യമായി പാമ്പിനിട്ട് കൊണ്ടില്ലെങ്കിൽ പാമ്പ് കുട്ടിയെ ആക്രമിക്കും. അപ്പോൾ ഈ അരഞ്ഞാണം വിട്ട് അദ്ദേഹം കുട്ടിയുടെ മേത്ത് കൊള്ളാത്ത രീതിയിൽ അടുത്ത ജനലിലൂടെ ഒരൊറ്റ വെടിയങ്ങ് വെച്ചു. മൂർഖൻ പാമ്പ് 10-15 കഷണങ്ങളായിപ്പോയി. ഇതാണ് ഇന്ന് വൈകിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന കഥ. പണ്ടൊക്കെ കാട്ടുമൃഗങ്ങളെ ഒന്നും പിടിക്കുന്നതിന് ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നു, നിയന്ത്രണങ്ങളും ഇല്ലായിരുന്നു. പണ്ടൊക്കെ കാർഷിക ആവശ്യത്തിനായിരുന്നു ഈ മസിൽ ലോഡിങ് റൈഫിള് ഒക്കെ അലോട്ട് ചെയ്ത് അനുവദിച്ച് നമുക്ക് തരുന്നത്. ഇന്നിപ്പോൾ കാട്ടുമൃഗങ്ങളെ വെടിവെക്കാൻ പറ്റത്തില്ല. അതിനാൽ ഇന്ന് കാട്ടുമൃഗങ്ങൾ ആണ് നമ്മുടെ കൃഷിയിടം ഭരിക്കുന്നത്. പണ്ടെന്നാൽ അങ്ങനെയല്ല, നമ്മുടെ കാർഷിക ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ലൈസൻസ് അലോട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ അതുപോലെ തന്നെ വലിയ ഭീകരജീവികളെയൊക്കെ വീഴിക്കാൻ തൊട്ടിക്കുഴ, അതായത് നമ്മൾ വെള്ളം കോരുന്ന തൊട്ടി തേഞ്ഞ് അടി തേഞ്ഞ് ഉപേക്ഷിച്ച തൊട്ടിയുടെ പിടിയൊക്കെ കണ്ടിച്ചൊക്കെ ഇട്ട് ഒക്കെ ആയിരുന്നു വലിയ മൃഗങ്ങളെയൊക്കെ പിടിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കേട്ട ഒരു സംഭവമാണ്. അതെൻ്റെ മനസ്സിൽ എന്നും കിടക്കുന്നു. അത് നിങ്ങളും അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് പാത്തി വിരിച്ച് നിന്ന് ചീറ്റുന്ന മൂർഖനെ അടുത്ത് നിന്ന് വെടിവെക്കണമെങ്കിൽ മാല, പഴയ മാലയോ, എന്ന് വെച്ചാൽ സ്വർണ്ണമാലയ്ക്ക് അമിത വിലയല്ലേ, റോൾഡ് ഗോൾഡ് മാലയോ അരഞ്ഞാണോ അങ്ങനെ ചെയിനായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് താങ്ങിട്ടിട്ട് വെച്ചോളുക. 10-12 കഷണമായി പോയി ആ മൂർഖൻ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വൈകിട്ട് ഊണൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ ഈ കാര്യം പ്രേക്ഷകർക്കായി ഒന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി. നന്ദി, നമസ്കാരം.